Hello, ladies and gentlemen. Welcome back to our channel. Our happy face day. നമ്മൾ തന്നെ വേളാങ്കണ്ണി ടു വൺ ഓഫ് ദി മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്നോ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ധനുഷ്കോടിയിലേക്ക് മൂവ് ചെയ്യുന്നു. നമ്മുടെ ഹോട്ടൽ ഇതായിരുന്നു. ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യുന്നു. രാവിലെ 7:30 7:45 സമയം. നമുക്ക് ഇവിടുന്ന് 5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് 5 hours. ആഹാ, അയ്യോ, 1:30 2 ആകുമ്പോൾ എത്തേണ്ടതാണ് ഓൾമോസ്റ്റ് അവിടെ. നമുക്ക് ബീച്ചിന് ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് എന്തായാലും വരും. സോ ഇനി നമ്മൾ വി ആർ മൂവിങ് ടുവേർഡ്സ് ധനുഷ്കോടി. ചൂടായി, വെയിൽ വന്നു. നമ്മൾ വെയിൽ വരുന്നതിന് മുൻപ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ രാത്രി നമ്മൾ കുറച്ച് കിടന്ന് ഉറങ്ങിപ്പോയി. ട്രിവാൻഡ്രത്ത് നിന്നൊക്കെ ആൾ വന്നിട്ടുണ്ടല്ലോ. കടലിൻ്റെ ഭാഗമായതുകൊണ്ട് നല്ല വെളിച്ചം, സൺലൈറ്റ്. സോ ഗായ്സ്, അങ്ങനെ നമ്മൾ തമിഴ്നാടിൻ്റെ ഏതൊരു കോർണറിൽ എത്തിപ്പെട്ടു. ഏത് കോർണറാന്ന് ചോദിച്ചാൽ നിനക്കറിയോ? മോമോ, എന്താ നീ എങ്ങനെ നിൽക്കണം? പേരെന്തോ പറഞ്ഞു, നമുക്കറിയില്ല. എന്തായാലും വണ്ടി ലോക്ക് ചെയ്തിട്ട് ചായ കുടിക്കാൻ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു കടയിലൊക്കെ കയറുന്നത്. വേറെ ഒന്നും കാണാനില്ല. നമുക്ക് കാണുന്ന ചായ ECR എന്ന് മാത്രം നമുക്ക് മനസ്സിലായി. ഇതെന്നെ ഊര്? കൊള്ളുക്കാട്. കൊള്ളുക്കാട്, നല്ല പേര്. കർഷക റെസ്റ്റോറൻറ്റ്, മലയാളമാണല്ലോ. എന്തായാലും നമുക്ക് ഉള്ളിൽ കയറി ഇരിക്കാം. നായുണ്ട്, സപ്പാട്. എന്നിട്ട് വന്ന് ഉള്ളിൽ കയറി ഏതായാലും സൈഡിലൊന്ന് ഇരുന്ന് നോക്കി. എന്നാ കേരള. ആ, ഓക്കെ, പോവാം. ഓക്കെ ബ്രോ, സി യു. യാ, താങ്ക് യു. ഓക്കെ അണ്ണാ, പോട്ടെ. ഫുഡ് കുഴപ്പമില്ല അല്ലേ? നമുക്ക് ഇങ്ങനത്തെ ഒക്കെ ഘട്ടങ്ങളിൽ കഴിക്കാൻ പറ്റും തന്നെയാണ്. നല്ല പാടങ്ങളാണ് കേട്ടോ. ഫുള്ള് പാടങ്ങളാണ് അവിടെ കാണാനുള്ളത്. കണ്ട, കൃഷിക്കാരും അപ്പുറത്തെ മുക്കുവന്മാര്, ഫിഷർമാൻ, അങ്ങനെ ഒരു ഏരിയ ആണിത്. നമ്മൾ ആക്ച്വലി ഇവിടെ എത്തിയപ്പോൾ ഇവിടെ കുറെ പിള്ളേരെ കണ്ടിട്ടുണ്ടാവും. പിള്ളേരെ കിട്ടിയത് അവർ ക്ലാസ് വിട്ട നേരം തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ അതിനായിട്ട് കയറിയതല്ല കേട്ടോ. ഞങ്ങൾ കയറിയപ്പോൾ ഇവിടെ നിറച്ച് പിള്ളേര് ബ്രേക്ക് ടൈം ആയപ്പോൾ ഇങ്ങോട്ട് വന്നു. അപ്പോഴാണ് എല്ലാവരും ഇവിടെ നമ്മുടെ വേളാങ്കണ്ണി ടു ധനുഷ്കോടി ട്രിപ്പിന്റെ ഭാഗമായിട്ട് ഇതാണ് പാമ്പൻ പാലം. ഈ ബ്രിഡ്ജിൽ വെച്ചാണ് ഈ റെയിൽവേ ട്രാക്ക് കണ്ടു പഴയത്. ഈ റെയിൽവേ ട്രാക്കിൽ വെച്ചാണ് അന്നത്തെ വലിയ ദുരന്തം ഉണ്ടായിട്ടുള്ളതെന്ന് തോന്നുന്നു. ഇതാണ് ആ ദുരന്തം ഉണ്ടായിട്ടുള്ള ബ്രിഡ്ജ്. നോക്ക്, എത്ര ആളുകൾ മരിച്ചിട്ടുള്ളതാണെന്നറിയാം. നിങ്ങൾക്കറിയോ ധനുഷ്കോടിക്ക്? നമുക്കെല്ലാവർക്കും അറിയുന്നതും എന്നാൽ ചിലർക്ക് അറിയാത്തതുമായിട്ടുള്ള ഒരു വലിയ ചരിത്രമുണ്ട്. ആയിരക്കണക്കിന് ആളുകളും മരിച്ചു പോയിട്ടുള്ള ഒരു ചരിത്രം, അപ്രത്യക്ഷമായി പോയിട്ടുള്ള ഒരു ഗ്രാമത്തിൻ്റെ ചരിത്രം. 1964 ഡിസംബർ 22 എല്ലാവർക്കും ഒരു എല്ലാവർക്കും ഉണ്ടായിരുന്ന പോലത്തെ ഒരു നോർമൽ ദിവസം തന്നെയായിരുന്നു അത്. ബട്ട് ധനുഷ്കോടിക്ക് അതൊരു പ്രത്യേക ദിവസമായിരുന്നു. അന്നുണ്ടായ ആ സൈക്ലോണിൽ ഒരു ഗ്രാമം തന്നെ ഇല്ലാതായി പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഒരു ഗ്രാമം മുഴുവൻ തൂത്തു കൊണ്ടുപോയി. ഒരു ഗ്രാമം മുഴുവൻ ഇല്ലാതായി, കാണാതായി. 1500-ൽ പരം മൃതദേഹങ്ങളാണ് കണ്ടുകിട്ടിയിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്ക്. അത്രയും വലിയ ദുരന്തം നടന്നിട്ടുള്ള ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ത്യയുടെ അവസാനത്തെ വില്ലേജ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ
ഇന്ത്യയുടെ അവസാനത്തെ ആൾപ്പാർപ്പില്ലാത്ത ഗ്രാമം എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതാവും കുറച്ചും കൂടി അനുയോജ്യമാവാം. ഈ കടലിലേക്ക് വന്ന തീവണ്ടി ദുരന്തത്തിൽ ആളുകൾ മരിച്ചിട്ടുണ്ടാവാം. അന്നത്തെ സിസ്റ്റത്തില് ബോട്ട് പോകാനായിട്ട് തുറക്കുന്ന, നമ്മുടെ ദുബായിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ബോട്ട് പോകാനായിട്ട് ഓപ്പൺ ആവുന്ന ഒരു ബ്രിഡ്ജായിരുന്നു ഇത്. കണ്ട, രണ്ടായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ഒരു ബ്രിഡ്ജ്. പണ്ട് നമുക്ക് ഇന്ത്യയിൽ നിന്ന് സ്ട്രെയിറ്റ് ശ്രീലങ്കയിലേക്ക് പോകാൻ ഒരൊറ്റ ടിക്കറ്റിൽ യാത്ര ചെയ്യാൻ പറ്റിയിരുന്നു. അത് ധനുഷ്കോടിയിൽ നിന്നാണ്. ഒറ്റ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ട്രെയിൻ കയറി ധനുഷ്കോടി വരുന്നു. ധനുഷ്കോടിയിൽ നിന്ന് കപ്പൽ മാർഗം നേരെ ശ്രീലങ്ക. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ആ ഒരു ബ്ലൂ സീയും ആ ഒരു സീഷോറും ആ ഒരു ഭാഗമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ നമുക്ക് പഴയ ആ കാര്യങ്ങൾ ഓർമ്മ വരുമ്പോൾ ഒരു വിഷമം തോന്നും. ബട്ട് സ്റ്റിൽ കൃഷ്ണപരുന്തിനുണ്ടോ മേലെ മോമു? നമ്മളിപ്പോൾ കാണുന്നതാണ് ധനുഷ്കോടി അല്ലേ? ഡെഡ് എൻഡ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ പറയാം ഗോസ്റ്റ് ടൗൺ ഓഫ് ഇന്ത്യ. ഒരു കൊടുങ്കാറ്റിൽ അപ്രത്യക്ഷമായി പോയ ഇന്ത്യയിലെ ഒരു വലിയ ഗ്രാമം, അല്ലെങ്കിൽ പറയാം വലിയ ചെറിയ ഗ്രാമം. ഇന്ത്യയുടെ അറ്റത്തേക്കാണ് നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ലാസ്റ്റ് ആണ്, നമ്മുടെ ട്രിപ്പിന്റെ ലാസ്റ്റ് ലൊക്കേഷനാണിത്. ദി ഡെഡ് എൻഡ് ഓഫ് ഇന്ത്യ, ധനുഷ്കോടി. നമ്മൾ ട്രാവൽ ചെയ്യുന്നത് സ്ട്രെയിറ്റ്, രണ്ട് സൈഡിലും കടല്. വല്ലാത്തൊരു ഭംഗിയാ അല്ല മോമോ? രണ്ട് സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് സീ കാണാനുണ്ട്. ഭയങ്കര ലുക്കാ. ലുക്കിനേക്കാൾ കൂടുതൽ നമുക്ക് ചെറിയൊരു വിഷമം തോന്നുന്നുണ്ട്. നമുക്കിതിൻ്റെ കുറച്ച് വീഡിയോസും ഹിസ്റ്ററിയൊക്കെ ഒന്ന് കണ്ടുപോയത് കൊണ്ടാവാം. ബട്ട് അത് മാറ്റി വെച്ച് നോക്കുമ്പോൾ കാണാൻ അത്രമേൽ ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് ധനുഷ്കോടി. വി ആർ ഗോണ റീച്ച് ദി ഡെഡ് എൻഡ് ഓഫ് ഇന്ത്യ. വരുന്ന വഴിയിൽ കുറേ കച്ചവടക്കാരുണ്ട് കേട്ടോ. നമ്മുടെ അവിടെ ഫിഷ് ഫ്രൈ, ഫുഡ് അങ്ങനത്തെ ഒക്കെ വേണ്ടവർക്കൊക്കെ അവിടെ ഓപ്ഷൻസ് ഉണ്ട്. ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇന്നൊരു തിരക്കുള്ള ദിവസമല്ല. അപ്പം അതിൻ്റെതായ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇവിടെ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല തിരക്ക്. ഇനിയിപ്പോൾ ഉള്ളിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാലേ അറിയുള്ളൂ. കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ടുകളൊക്കെ കൂടി ഇരിക്കുന്നുണ്ട്. ഓ, ഇവിടെയൊക്കെ ഇത് ഇങ്ങനെ കല്ലുകൾ കയറ്റിയിട്ടിട്ടുണ്ട്. ഇവിടെ ആളുകൾ പുറത്ത് നിൽക്കുന്നു, വെള്ളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നു. ഇനി 3 കിലോമീറ്റേഴ്സ് കൂടിയുള്ളൂ. വി ആർ അറ്റ് ദി ഡെഡ് എൻഡ് ഓഫ് ഇന്ത്യ മാൻ. വേറൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീരാമൻ പണിത പാത ശ്രീലങ്കയിലേക്ക് പോകാനായിട്ട്. ഇപ്പം നമ്മൾ വരുമ്പോൾ നല്ല ക്ഷീണമായിരുന്നു. കാരണം നമ്മൾ കുറേ ദൂരെ നിന്നാണ് വരുന്നത്. നമ്മൾ വേളാങ്കണ്ണിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ദൂരത്തേക്കാൾ കൂടുതൽ അതൊരൊറ്റ സ്ട്രെച്ചാ, സ്ട്രെയിറ്റ് റോഡാ അല്ല മോമോ? ആ ഒരു സ്ട്രെയിറ്റ് റോഡ് ഇങ്ങനെ വേറെ തിരിവും വളവൊന്നും ഇല്ലാതെ ഇങ്ങനെ പോവാ. അപ്പോൾ അത് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടാണ് അവിടെ എത്തുമ്പോൾ. എന്തൊരു വയ്യല്ലേ, തീരെ ക്ഷീണമാണല്ലോ. ഗായ്സ്, ഇത് വെറും 18 കിലോമീറ്റർ ഫ്രം ഹിയർ. ഇത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. നമ്മൾ ഈ ഒരു പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം കാണേണ്ടതാണ്. കാരണം ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഫുള്ള് ക്ലിയർ, ഇവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ആ അതാ അതാ, ഓ മാൻ, വിൻഡ് മിൽസ്. ഇത് ശരിക്കും അവിടെ ഉണ്ടോ? നിജമാ? ആ ഓക്കെ ഓക്കെ ഡാ, ഇതിൽ വിൻഡ് മിൽസ് കാണാം. ഇല്ല? ആ ഓക്കെ.